ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്. ഉണ്ണരുത് ഉറങ്ങരുത് ഭഗവതിക്കും തിരുനോൻപാണ്. അമ്മു സവീലിൻ്റെ തിരുവാതിര ആശംസകൾ. മഞ്ഞളി രാവുകൾ സാന്ദ്രമാക്കിയ തിരുവാതിര മാസം ധനുമാസം എത്തുമ്പോൾ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത് കുട്ടിക്കാലത്തെ തിരുവാതിരക്കുളിയാണ്. അതിന് മുന്നിട്ട് നിൽക്കുക എൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ അമ്മ, വല്യമ്മ, ചെറിയമ്മമാർ, അങ്ങനെ ഞങ്ങൾ കുറേ കുട്ടികൾ, ഞങ്ങളെല്ലാവരും കൂടി രാവിലെ ഒരു 3-3:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് തെക്കേ കുളത്തിൻ്റെ കരയിലിരിക്കും. അവിടെ ചിലർ തീക്കായും ചോറൊക്കെ കൂട്ടിയിട്ട് തീയിടും. ചിലർ, ഞങ്ങളൊക്കെ ചിലപ്പോൾ മാവിൻ്റെ ഊഞ്ഞാലടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. അങ്ങനെയൊക്കെ ആയിട്ട് തുടിയും കുളിയും ഒക്കെ ആയിട്ട് വെളിച്ചാവണ വരെ പാട്ടൊക്കെ പാടി ഒരു 5-5:30 ആവും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. നല്ല നല്ല പാട്ടുകൾ. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്. ഉണ്ണരുത് ഉറങ്ങരുത് ഭഗവതിക്കും തിരുനോൻപാണ്. അപ്പോൾ ഈ തിരുവാതിര രാവുകൾ, മഞ്ഞണി നിലാവ് പുഞ്ചിരിച്ച് നിൽക്കുന്ന ധനുമാസ രാവ് എനിക്ക് പ്രിയപ്പെട്ട, വളരെ പ്രിയപ്പെട്ട കാലമാണ്. ധനുമാസത്തിൽ കൂടുതൽ ഇഷ്ടം തോന്നാൻ ചിലപ്പോൾ അത് എൻ്റെ ജന്മമാസം കൂടി ആയതുകൊണ്ടായിരിക്കും. ധനുമാസത്തിലെ കാർത്തികയാണ് ഞാൻ. അപ്പോൾ ധനുമാസം എത്തുമ്പോൾ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുക അമ്മയാണ്, അമ്മയുടെ തിരുവാതിരപ്പാട്ട്. അമ്മ എപ്പോഴും എന്തെങ്കിലും ഒരു പാട്ട് മൂളാതെ അമ്മേനെ കാണില്ല. തിരുവാതിര പാട്ടോ കൈകൊട്ടി കളിപ്പാട്ടോ അല്ലെങ്കിൽ വല്ല കവിതകളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാനും അമ്മയും കൂടി ഇരുന്ന് രാത്രിയിൽ 2 മണി 2:30 വരെയൊക്കെ അക്ഷരശ്ലോകം ചൊല്ലുമായിരുന്നു. അങ്ങനെയായിരുന്നു കുട്ടിക്കാലം കഴിഞ്ഞു പോയത്. അമ്മയ്ക്ക് വയ്യാണ്ട് ഇരിക്കുന്ന സമയത്തും ഞങ്ങൾ രാത്രി 2 മണി വരെയൊക്കെ ഇരുന്ന് അക്ഷരശ്ലോകം ചൊല്ലിയിട്ടുണ്ട്. അവസാനം ഞാൻ ഉറക്കം നടിച്ച് കിടക്കും. അപ്പോൾ അമ്മ പറയും, എന്താ ഉറങ്ങിയോ, തോറ്റുപോയപ്പോൾ മിണ്ടാണ്ടിരിക്കണല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അമ്മയുടെ അടുത്ത് ജയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാനായിട്ട് വെച്ചുണ്ടാക്കി പാടും. അപ്പോൾ അങ്ങനത്തെ ചില ഇതുകൊണ്ടായിരിക്കും ഇപ്പം എന്തെങ്കിലുമൊക്കെ 2 അക്ഷരം കുറിക്കാൻ കഴിയുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പിന്നെ എൻ്റെ അമ്മയുടെ ഓർമ്മ ദിനം കൂടിയാണ്. ധനുമാസത്തിലെ മകയിരം നാളിലാണ് അമ്മ പോയത്, 2015. അപ്പോൾ ഈ തിങ്കളാഴ്ച തിരുവാതിരയാണല്ലോ. അപ്പോൾ അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അമ്മ പാടിയ ഒരു പാട്ട്, പണ്ട് പാടിയൊക്കെ എന്താണ് കേട്ടോ, 2011 പാടിയൊക്കെ എന്താണ്. അമ്മയ്ക്ക് അപ്പോൾ അധികം സുഖമൊന്നുമില്ലാത്ത അവസരമാണ്. എങ്കിലും അമ്മ പാടിയൊരു പാട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും കേൾക്കുക. അപ്പോൾ എല്ലാവരും തിരുവാതിര നോൽമ്പ് എടുക്കുക. അതായത് നോൽമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തിന്, ഉപവാസം അനുഷ്ഠിക്കുന്നത് നമ്മുടെ ദേഹത്തിന് എപ്പോഴും നല്ലതാണ് അല്ലേ. അപ്പോൾ ഈ തിരുവാതിരക്കാലത്തെ നോമ്പിനെ പറ്റിയും പുഴുക്കുണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ഞാൻ ലിങ്ക് ഇതിൽ കൊടുക്കാം. ഞാൻ അമ്മുവിൻ്റെ ആതിര ഓർമ്മകൾ എന്നുമായിട്ടൊരു പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് സ്വാഗതം. കാമുകിൽ വന്നേരം രാധ എന്നൊരു നരിയെന്താനും നീളെ നീളെ വാനത്തിൽ നടന്നും മേളമോടെ കളിച്ചു രസിച്ചും പാടിയും ചില രാഗങ്ങളുമായി തേടിയും പല പുഷ്പമാറുത്ത് അന്നേരം അവ നിളത്തിരഞ്ഞു
ചെന്നോരുതിക്കിൽ കണ്ണനെ നോക്കി എന്താണിങ്ങനെ കാട്ടിൽ നടപ്പ എന്നാലേതു മേളുതല്ലേ കണ്ണ കാട്ടിയിലൊന്നുണ്ടു മൂടുന്നു കണ്ണ കേട്ടിട്ടേറ്റം ഭയമുണ്ട് എനിക്ക് കാട്ടാന കരടി പുലി ചെന്നായ കാട്ടുപോത്തു കരിമ്പുലിയുണ്ട് കണ്ടാലെന്നെ പീഡിച്ചവർ തിന്നും അയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ കാടേയാക്കി കളയല്ലേ കണ്ണ കൂടെ എന്നെയും കൂട്ടിക്കോ നീയേ വേഗമില്ല നടപ്പതിനൊട്ടും വേണമെങ്കിലെടുത്തുകൊൾ തന്നെ കയ്യും കാലും തളരുന്നയ്യോ അയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് കാണുന്നുണ്ട്, പക്ഷെ ആരും ഒരു ലൈക്ക് പോലും തരുന്നില്ല എന്നുള്ള സങ്കടം എനിക്കുണ്ട് കേട്ടോ. ഒരു ലൈക്ക് തന്നോണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു പൈസ നഷ്ടമോ സമയനഷ്ടമോ ഒന്നുമില്ല. ഇത് കാണുമ്പോൾ ഒരു ലൈക്ക് ഇടുക, ആദ്യം തന്നെ ഒരു ലൈക്ക് ഇടുക, എന്നിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് എഴുതുക. അത് വിമർശനപരമായിട്ടുള്ള കമൻ്റായാൽ ഒരു സങ്കടവും ഇല്ല കേട്ടോ. അത് ഞാൻ സസ്നേഹം സ്വീകരിക്കും. അപ്പോഴേ എനിക്കും നന്നാവാൻ പറ്റുള്ളൂല്ലോ. അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവാതിര ആശംസകൾ.